ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് അമൽ അംബ്രോസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് മൈ സ്റ്റോറി, ചെറിയ വലിയ കഥ. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡു ചെക്ക് മൈ പ്രൊഫൈൽ. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്, സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോ. സോ അങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തിയത്, ഞാനൊരു MEP കമ്പനിയിൽ ജോലിക്ക് കയറി എന്നാണ്. MEP കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ ബിൽഡിങ്സിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാണ്. അവിടെ ഞാൻ ഇലക്ട്രീഷ്യനാണ് ഞാൻ പഠിച്ചത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇലക്ട്രീഷ്യന്റെ പോസ്റ്റിനാണ് എന്നെ വിളിച്ചതും ഇന്റർവ്യൂ ചെയ്തതൊക്കെ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്ന് നാട്ടിലെ ഇലക്ട്രിക്കിന്റെ പണിയൊന്നും ചെയ്തിട്ടില്ല, എക്സ്പീരിയൻസ് കുറവാണ്, അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളൂ. മലയാളിയായിരുന്നു മുതലാളി. സോ പുള്ളി വാസ് ലൈക്ക്, ആ സമയത്ത് പുള്ളിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ വാ, നമുക്ക് പണിയൊക്കെ പഠിക്കാം, നോ പ്രോബ്ലം, പണി ചെയ്യാനുള്ള ഒരു മൈൻഡ് മതി എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലും ഇലക്ട്രിക്കൽ പണികളും വയറിങ്ങും കാര്യങ്ങളൊക്കെ കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ബാക്കി പഠിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ചെന്നു. പക്ഷേ ഞങ്ങളുടെ കമ്പനിയിൽ ഇലക്ട്രിക്കൽ വർക്ക്സ് കുറവായിരുന്നു. ബാക്കിയുള്ള മെയിൻ്റെനൻസ് പണികളും വാട്ടർ പ്രൂഫിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കമ്പനിയോ അവിടുത്തെ ആൾക്കാരെയോ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല, എന്നെ തന്നെയാണ് ഞാൻ കുറ്റം പറയുന്നത്. കാരണം കൊറോണ ടൈം ആയതുകൊണ്ട് വിസിറ്റിങ് തീർന്ന് ഞാൻ ഗ്രേസ് പീരീഡിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിസ അടിക്കണം, അല്ലെങ്കിൽ നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ നാട്ടിൽ പോയിട്ടും പിന്നെ ഒരു ജോലിയൊക്കെ സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം എടുക്കും. അപ്പം നല്ല സ്ട്രഗിളായിട്ടുള്ള സമയമായതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിസ അടിച്ച് വിസ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ ജോലിക്ക് കയറി തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഇലക്ട്രിക്കലിൻ്റെ പണികളൊക്കെ ആയിരുന്നു, എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ കഠിനമായിട്ടുള്ള ജോലികളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ തെറ്റാണ്, ഞാനത് ക്ലിയർ ചെയ്യണമായിരുന്നു. ചേട്ടാ, ഇലക്ട്രിക്കിന്റെ പണി മാത്രമാണോ അല്ല വേറെ ജോലിയാണോ? എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു MEP കമ്പനി എന്തായിരിക്കും, അല്ലെങ്കിൽ മെയിൻ്റനൻസ് കമ്പനി എന്തായിരിക്കും. ഒരു കാര്യം അത് നമ്മൾ ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. അല്ലാതെ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു അറിവ് കൊണ്ട് എന്തായിരിക്കും അതിനകത്ത് നടക്കുന്നതെന്ന് ഒരു ഐഡിയ കാണത്തില്ല. മോസ്റ്റ് ഓഫ് എല്ലാ മെയിൻ്റനൻസ് കമ്പനികളും ഇങ്ങനെയാണ്, കട്ടപ്പണിയാണ്. സോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് UAE ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യാനും പറ്റി, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി, എല്ലാ പണികളും ചെയ്യാൻ പറ്റി. സോ ഞാനിനി എവിടെ കൊണ്ടിട്ടാലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു സ്ട്രെങ്ത് എൻ്റെ മനസ്സിൽ വന്നു. കാരണം ആ കൈൻഡ് ഓഫ് ഫേസിലൂടെ എല്ലാം ഞാൻ കടന്നു പോയിട്ടുണ്ട്. അത്രയും സ്ട്രഗിളുകളും ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ മെന്റാലിറ്റിയുടെ കുഴപ്പമാണോ, അല്ലെങ്കിൽ ഞാൻ കണ്ട ദുബായ് ഇങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഞാൻ കണ്ട ദുബായ് ഇങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കത് ഈ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര താമസം ഉണ്ടായിരുന്നു. അറൗണ്ട് 2 വർഷം എടുത്തു. അപ്പോഴത്തേക്ക് എൻ്റെ വിസ തീർന്നു, ഞാൻ അവിടെ നിന്ന് മാറി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈസൻസ് എടുത്തു. അതിനും കുറേ സ്ട്രഗിളുണ്ട്, അതിനും കുറേ കഥകളുണ്ട്. പിന്നെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു, കുറേ നല്ല ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു, കുറേ എന്നെ വിമർശിച്ച ആൾക്കാരുണ്ട്, കളിയാക്കിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ഫേസ് ഓഫ് പീപ്പിൾസ് ഞാൻ കണ്ടു. എല്ലാവരുടെ അടുത്തും എനിക്ക് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്, സ്നേഹം മാത്രം. അപ്പോൾ ഇനി എൻ്റെ സ്ട്രഗിളുകളുടെയൊക്കെ ഓരോ വീഡിയോസ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. കാരണം ഇനി പുതിയൊരാളാണ് നിങ്ങളെങ്കിൽ ഇവിടെ വരുന്നെങ്കിൽ അതിനകത്തൊന്നും നിങ്ങൾ പെടാൻ പാടില്ല. സോ നിങ്ങൾ ഇതിനകത്തൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ അന്വേഷിക്കുക. ചാടിക്കേറി ഒരു ജോലിക്കും കയറരുത്. എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, സാലറി പാക്കേജ്, ഓഫർ ലെറ്ററൊക്കെ കിട്ടിയതിന് ശേഷം മാത്രം ജോലിക്ക് കയറുക. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് നോക്കാം, 2-3 ദിവസം ട്രൈ ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ജോലിയും കുറവാണ്, ഓപ്പണിങ്സും കുറവാണ്. വിസിറ്റിങ്ങിൽ വരുന്നത് ഭയങ്കര ചടങ്ങാണ്. ഇന്ത്യൻസിനും പല രാജ്യക്കാർക്കും കുറച്ച് ചടങ്ങാണ്. സോ അപ്പോൾ സമയം എന്ന് പറയുന്നത് ഭയങ്കര മൂല്യമുള്ളൊരു സംഭവമാണ്. അത് ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം എൻ്റെ അടുത്ത് കമൻ്റായിട്ട് ചോദിക്കും, ഞാൻ സെറ്റാക്കാം. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എനിക്ക് എൻ്റെ അറിവിൽ നിന്ന് ഞാനത് സെറ്റാക്കി തരും. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം.